ഇതെന്തിനാണ് ഇ ഡി ഇങ്ങനൊരു പരിശോധനയ്ക്ക് വരുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇ ഡി പരിശോധനയ്ക്ക് വരുന്ന നാട്ടിലെ കുട്ടികൾക്ക് പോലും അറിയാം, അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് എമ്പുരാൻ തൊട്ട് പിന്നാലെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെയാണത് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് പക്ഷേ ഗോകുലം ഗോപാലിനെ പിടിച്ച് അകത്തിടാനാണോ, ഗോകുലം ഗോപാലിനെ പേടിപ്പിക്കാനായിട്ടാണോ, അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കളയാനായിട്ടാണോ? അല്ല, ഇതിനൊന്നുമല്ല. അവർ തിരിച്ചു പോകും. ഇ ഡിയുടെ ഓഫീസുകാർ കൊച്ചിയിലേക്ക് വന്നിരിക്കും, കോഴിക്കോടും മറ്റും പരിശോധന നടത്തിയിട്ട് അവിടെ ഇരിക്കും. ഇന്ന് വാർത്ത വന്നു, അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. എന്തിനാണ്? അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സംഗതി വെക്കാനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ധീരവീര സൂര്യൊന്നും മിണ്ടാത്തത് എന്താണ് സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞില്ലേ? അത് പറയാത്ത എന്താണ് അവൻ മിണ്ടാത്തതെന്ന് വെച്ചാൽ മിണ്ടരുത്. കാരണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ഒരു സൂചന മെസ്സേജ് കൊടുക്കുകയാണ് ആ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതങ്ങനെ വെറുതെ ആളുകളെല്ലാം പറയില്ലേ, ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ വന്ന് എമ്പുരാനിലൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആ നിർമ്മാതാവിന് നേരെ അപ്പോൾ തന്നെ ഇ ഡി റെയ്ഡ് നടന്നു വെച്ചാൽ ഇതുവർ രാഷ്ട്രീയമായിട്ട് പകപോക്കുകയാണ് എന്ന സംശയമല്ലേ ആദ്യം വരിക. അങ്ങനെ നിങ്ങൾ സംശയിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ മെസ്സേജ് ഞങ്ങൾ തന്നിരിക്കും എന്ന് ബന്ധപ്പെട്ടവർ സമൂഹത്തോട് പറയുന്നതാണ് ഈ കാണുന്നത്. സമൂഹത്തോട് എന്നതിനേക്കാൾ കൂടുതൽ ഇനി നിങ്ങൾ ആ പടം എടുക്കരുത്, അങ്ങനെ എടുക്കരുത് എന്നൊരു സൂചന നൽകുകയാണ്.